നടിയെ ആക്രമിച്ച കേസിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച ആക്രമണ കാരണം അപ്പാടെ തള്ളുകയാണ് കോടതി. ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് വിരോധമുണ്ടോ എന്ന് തെളിയിക്കാനായില്ലെന്നാണ് കോടതി പറയുന്നത്. ഇതോടെ പിന്നെ എന്തിനു വേണ്ടിയാണ് നടിയെ ആക്രമിച്ചതെന്നാണ് ഇനി ഉത്തരം കിട്ടേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. ദിലീപിന്റെ വിഷയം പറയാൻ ഇഷ്ടമുണ്ടായിട്ട് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയതല്ല. ഇതൊരു ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾ കുറ്റവാളി ആരാണെന്ന് തീരുമാനിക്കുന്നത് പബ്ലിക്കാണോ, ചാനലാണോ, അതോ കോടതിയാണോ? ഒരു വാദിയും പ്രതിയും ഉണ്ടാവും. അത് കോടതിയിൽ ആ തെളിവുകളൊക്കെ പരിശോധിച്ച് മൂന്നാമത്തൊരു ജഡ്ജിയാണ് ഇയാൾ കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊക്കെ തീരുമാനിക്കുക. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നൊരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ചില കേസുകളിലൊക്കെ നമ്മുടെ കുറേ ചാനലുകളും മറ്റും തീരുമാനിക്കും ഇന്ന ആളാണ് കുറ്റവാളി, എന്നിട്ട് ഓനങ്ങോട്ട് കുറ്റവാളിയാക്കിയിട്ട് ഓനെ കല്ലെറിയും. അതിൽ സത്യം എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും അറിയേണ്ടതില്ല. ഇത് ഞാൻ പറയാൻ കാരണം ദിലീപിൻ്റെ ഒരു വിഷയമാണ്. ദിലീപിൻ്റെ വിഷയം പറയാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ക്ഷമിക്കാം. കാരണം ഇതൊരു ഗൗരവമുള്ളതൊരു ദിലീപിൻ്റെ വിഷയം എന്നുള്ളൊരു വിഷയത്തിലല്ല ഞാൻ പറയണത്. മറിച്ചൊരു നിരപരാധിയായ ആർക്കുമെതിരെയും കുറേ ചാനലുകാരും മറ്റും വന്നിട്ട് നിങ്ങളൊരു കുറ്റവാളിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് നാളെ കല്ലെറിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവിടെയും നമ്മൾ കൈയടിക്കും. അതായത് ഈ ഒരു നടിയെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് 2017 ആ സംഭവം നടന്നത്. അങ്ങനെ അന്നൊരു 6ഓളം പ്രതികളെ പിടിച്ച് പൾസർ സുനി പോലെയുള്ള ആളുകളൊക്കെ പിടിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഒരു മേഡമാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തോട് ഈ പൾസർ സുനി പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞതല്ല. അതിജീവിത എന്നുള്ള അക്രമത്തിന് ഇരയായ നടിയെ ചോദ്യം ചെയ്തപ്പോൾ, അതായത് അവരുടെ മൊഴി എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞത്, എന്നെ ആക്രമിച്ച പൾസർ സുനി പറഞ്ഞത് ഈ കൊട്ടേഷൻ പറഞ്ഞയച്ചത് ഒരു മേഡം അയച്ചതാണ്, ആ മേഡത്തെ നിങ്ങൾക്കറിയാം, അപ്പോൾ നിങ്ങളുടെ കുറച്ച് വീഡിയോസ് എടുത്ത് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത്, അങ്ങനെ അയച്ചു കൊടുത്ത് എനിക്ക് അതിൻ്റെ കാശ് കിട്ടും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ കോടതി ചോദിക്കുകയാണ് എന്താണ് ഈ മേഡം ആരാണെന്ന് എന്താണെന്നാണ് പോലീസ് അന്വേഷിക്കാതിരുന്നത്. അപ്പോൾ അന്ന് ആ അക്രമം നടത്തിയ അക്രമിയായ പൾസർ സുനി ഇപ്പോൾ അവരൊക്കെ ശിക്ഷിക്കപ്പെട്ടു, 20 വർഷം ശിക്ഷയൊക്കെ കൊടുത്തു. നമ്മൾ അവിടേക്കൊന്നല്ല പോണത്. ഒരു മേഡമാണ് ഈ ആക്രമണത്തിൻ്റെ പിന്നിലെന്ന് അവർ പറഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല? ഇതാണ് കോടതി ചോദിക്കുന്നത്. ഇതിന് ഉത്തരമല്ല. ഇത് പൾസർ സുനി മാത്രം പറഞ്ഞതല്ല. ഈ അതിജീവിത തന്നെ, ആക്രമണത്തിനിരയായ നടി തന്നെ പറഞ്ഞതാണ്, ഒരു മേഡത്തിന് വേണ്ടിയിട്ടാണ് അവർ എന്നെ ആക്രമിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു മറുപടി പോലും എന്താണ് പോലീസ് ഈ ഒരു പ്രോസിക്യൂഷന് കൊടുക്കാതിരുന്നത്? എന്നിട്ട് ഈ ഒരു പൾസർ സുനി ആ സമയത്തൊന്നും ഈ പറയുന്ന ദിലീപിൻ്റെ പേര് പറഞ്ഞിട്ടില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ട് അയാളൊരു കത്തെഴുതി. എവിടെ നിന്ന്? ജയിലിൽ നിന്ന് ദിലീപിനൊരു കത്ത്. ജയിലിൽ നിന്ന് കത്തെഴുതിയാൽ എന്തായാലും അത് ജയിൽ സൂപ്രണ്ട് വായിക്കുമല്ലോ. രഹസ്യമുള്ളൊരു കത്ത് അവിടെ ഇല്ലല്ലോ. ആ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തുന്ന ദിലീപ് ഉണ്ട് എന്നുള്ളത് കണ്ടെത്തുന്നത്. ഇനി നോക്ക്, ഈ ഒരു കത്തിനെ കുറിച്ച് കോടതി ചോദിക്കുകയാണ്. ഇത് പൾസർ സുനിയുടെ കൈയക്ഷരമല്ലല്ലോ. കാരണം പൾസർ സുനി തന്നെ ജയിലിൽ വെച്ച് പോലീസുകാർ ആക്രമിച്ചതും പല പരാതികളും കൊടുത്തപ്പോൾ അവിടെ കൊടുത്ത ഒപ്പോ അവിടെ കൊടുത്ത കയ്യെഴുത്തൊന്നുമല്ല ഈ കയ്യെഴുത്തിലുള്ളത്. ഒരു അക്ഷരത്തെറ്റുമില്ലാത്ത ഒരു വിദ്യാഭ്യാസമുള്ള ഒരാൾ എഴുതിയത് പോലത്തെ ഒരു ലെറ്ററാണെങ്കിൽ ലെറ്റർ. അപ്പോൾ ഈ ലെറ്ററിൽ പോലും സംശയം പ്രകടിപ്പിച്ചപ്പോൾ കൃത്യമായ മറുപടി പോലും കൊടുത്തില്ല. അപ്പോൾ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരാരോ എഴുതിയൊരു കത്ത് പൾസർ സോനിയുടെ മേലക്കിട്ട് എന്നിട്ട് അതിന് ദിലീപിനെ ബന്ധപ്പെടുത്തി. ഇത് കോടതി കൃത്യമായിട്ട് ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷന് മറുപടിയില്ല. നമ്പർ 2, ഒന്ന് മേഡം ആരാണെന്ന് അന്വേഷിച്ചില്ല. മേഡം അന്വേഷിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികളെ കിട്ടും. അപ്പോൾ അതിന് പ്രോസിക്യൂഷൻ പറഞ്ഞത് ആ സമയത്ത് എങ്ങനെയാണ് അതിജീവിതയോട് ചോദിക്കാം? അവർക്ക് ഭയമായിരുന്നു എന്നുള്ളത്. അതായത് ഈ നടൻ്റെ പേര് പറഞ്ഞാൽ ഭയമായിരുന്നു. എവിടെ? ഈ നടൻക്കെതിരെ ഈ ഒരു നടി പത്രസമ്മേളനം വിളിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പേടിയുണ്ടെങ്കിൽ അത് പറയില്ലല്ലോ. 2, ഇവരോട് ചോദിക്കുന്നത് മൊഴിയെടുക്കുന്നത് ഏതെങ്കിലും ലോക്കൽ പോലീസുകാരല്ല, അത്യാവശ്യം ഉന്നത ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതുകൊണ്ട് പേടി എന്നുള്ളൊരു സംഗതി ഇല്ല. ഈ ഒരു അതിജീവിതയായി നടി ഒരിക്കൽ പോലും ദിലീപിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ദിലീപിനെതിരെ മുഴുവൻ പറഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരും പൾസർ സുനി പറഞ്ഞു എന്ന് പറഞ്ഞുണ്ടാക്കിയതുമാണ്. അപ്പോൾ സത്യത്തിൽ ഈ ദിലീപിനെ കുടുക്കിയത് തന്നെയല്ലേ? ഇതിപ്പോൾ നാളെ ആർക്കെതിരെ വന്നൂടെ? നമ്മൾ ആലോചിച്ച് നോക്കും. ഒരാൾക്കെതിരെ തീരുമാനിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും കുറച്ച് മാധ്യമങ്ങളും കൂടി തീരുമാനിച്ചാൽ അയാളെ പ്രതിയാക്കാൻ വളരെ സുഖല്ലേ? പിന്നെ പറഞ്ഞത് എന്താ പറയുക, വിവാഹമോതിരത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞിരുന്നു. ഈ വിവാഹ നിശ്ചയമൊക്കെ നടക്കുന്നത് ഈ ക്രൈം നടന്നതിന് ശേഷമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ വിവാഹമോതിരത്തിൻ്റെ കാര്യം വരുന്നത്? അപ്പോൾ വിവാഹമോതിരത്തിൻ്റെ കാര്യം ഈ അന്വേഷണ റിപ്പോർട്ടിൽ വരുന്നത് ഇത് സംഭവത്തിന് ശേഷമാണ് വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ. അപ്പോൾ ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടിലൊക്കെ ഫുള്ള് തെറ്റുകൾ. ഈ തെറ്റായിട്ട് അവസാനം കോടതി എന്ത് ചെയ്തു? ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി. അപ്പോഴേക്കും നമ്മുടെ മാധ്യമങ്ങളും ചാനലുകളൊക്കെ ദിലീപാണ് പ്രതി, അതായത് ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ദിലീപ് പ്രതിയാണ്
എനിക്ക് ആക്രമണം നടന്നതിന് ശേഷം ഇവനെ കാണുന്നത് തന്നെ ഒരു അറപ്പരുത്. കാരണം ഒരു പാവം നടിയോട് ഇത്രയും തമ്മാടിത്തരം ചെയ്ത ഇയാളെ ഒരു തമാശ സീന് പോലും കാണരുത് എന്നുള്ളത്. ഇപ്പോൾ കോടതിയുടെ വിധി വരികയും ആ ജഡ്ജിമെൻറ്റിൻ്റെ 1752 പേജ് അടങ്ങുന്ന വിധി വായിച്ചു നോക്കുമ്പോഴല്ലേ മനസ്സിലാവണത് ഈ കോടതിയിൽ പറഞ്ഞത് മുഴുവനും കള്ളത്തരങ്ങളാണ്. ഈ ദിലീപ് എന്ന പേരുള്ള ഞാൻ ദിലീപിൻ്റെ ആളൊന്നല്ല. ഇനിയിപ്പോൾ ഇയാളെന്തിനാ അപ്പോൾ ഇന്നത് പറയുന്നത്? ഇത് ഞാൻ പറയുന്നത് ഒരു നിരപരാധിയായ ഒരാളെ ആര് വേണമെങ്കിലും ശ്രമിച്ചാൽ കൊടുക്കാം, കുടുക്കിയിട്ട് എത്ര കാലം വേണമെങ്കിലും ജയിലിലിടാം. പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ ചാനലുകാർ സ്വയം ജഡ്ജിയാവാം. ചാനലുകാരാണ്ട് തീരുമാനിക്കുകയാണ് ഇന്നതാണ് പ്രതി, റിപ്പോർട്ടർ ചാനൽ, മറ്റേ ചാനൽ, മറിച്ചേ ചാനൽ. ഇപ്പം ഇന്ന് മാതൃഭൂമി പത്രത്തിലൊക്കെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതായത് കോടതിയുടെ കയ്യിലുണ്ടായിരുന്ന മെമ്മറി കാർഡിൽ നിന്ന് ഈ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ചോർന്നു എന്ന രീതിയിലൊക്കെ പരാതി കൊടുത്തിരുന്നു. അതൊക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ എവിടെ പറഞ്ഞു? കോടതിയിൽ പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ കുറേ വാദങ്ങൾ വന്നത്? പിന്നെ ഇതിൻ്റെ ഒരു സംവിധായകൻ ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾ ദിലീപിനെതിരെ കുറേ വെളിപ്പെടുത്തൽ നടത്തി. ഇതിലേതൊന്നിന് തെളിവ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു തെളിവ് പോലും അയാളൊക്കെ പിന്നീട് എന്തൊക്കെ അസുഖങ്ങൾ വന്ന് നരകിച്ച് മരിച്ചിട്ടോ. ഏതൊരു മനുഷ്യനെ ആയാലും ഇല്ലാത്തത് പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് കർമ്മം ഉണ്ടാവും. അതിപ്പോൾ ഇനി ദിലീപ് ചെയ്തതാണെങ്കിലും ഈ കർമ്മം ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ഇല്ലാത്തൊരു കേസിൽ ഇയാളെ ഉൾപ്പെടുത്തിയിട്ട് 1082 ദിവസം ജയിലിൽ കിടത്തിയെങ്കിൽ ഒരു ഉന്നതനായൊരു VIP പോലെയുള്ള ഒരു സിനിമാ നടനെ കെടുത്തിയെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ കെടുത്താൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അവിടേക്കാണ് ചിന്തിച്ചത്. ഇത് ആർക്കെതിരെയും വരാം. ഇപ്പോൾ ദിലീപ് എന്ന പേരുള്ള ഒരു നടനെ കുറിച്ചിട്ട് ഓനെ പുകഴ്ത്താനതൊന്നുമല്ല. നീതി എന്ന് പറയുന്നത് എല്ലാ സാധാരണക്കാർക്കും എല്ലാവർക്കും കിട്ടേണ്ടതാണ്. ഇനി കേസ് അന്വേഷണം നടത്തിയ പോലീസ്, ദിലീപിനെതിരെ അന്വേഷിച്ച പോലീസുകാരുണ്ടല്ലോ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ, ഒരു സ്വാമിജിയുടെ ലൈംഗികാവയവം ഒരു പെൺകുട്ടിയുടെ കാമുകൻ മുറിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ പെൺകുട്ടിയുടെ ഒരു കാമുകൻ എപ്പോഴെപ്പോഴും വന്നപ്പോൾ ആ കുടുംബം ഈ സ്വാമി ആ വീട്ടിലേക്ക് എപ്പോഴും വരാറുണ്ട് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ സ്വാമിജിയോട് സങ്കടം പറഞ്ഞു. ഒരു ദിവസം കാമുകൻ വന്നിട്ട് ഇയാളെ സുന മുറിച്ചിട്ടു. ഈ കേസ് അന്വേഷിച്ചത് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ. പിന്നെ ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞു, ഇത് ഞങ്ങൾ പ്ലാനഡ് ആയിട്ട് ചെയ്തതാണ്, അല്ലാതെ ഈ ഒരു അക്രമത്തിൻ്റെ പിന്നിൽ ഞാൻ തന്നെയാണ് എന്നുള്ളത് ഈ പെൺകുട്ടി തുറന്നു പറഞ്ഞു. അപ്പോൾ എന്താണിത്? ഇവരെന്തൊരു സ്ഥലമിടപാടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കള്ളക്കേസ് എടുത്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഇവരത്രയും. അവരാണ് ഈ കേസും അന്വേഷിച്ചത്. ദിലീപ് ഇനി കോടതിയിൽ പോയിട്ട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാൽ ഖജനാവിൽ നിന്ന് നമ്മുടെയൊക്കെ നികുതി പണം അടക്കണ ഖജനാവിൽ നിന്ന് കാശ് കൊടുക്കേണ്ടി വരില്ലേ? പിന്നെ അത് കാശ് കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശ് ഉണ്ടാവില്ല, അത് എന്തോ ആവട്ടെ. പക്ഷെ നാളെ നമുക്കും ഈ ഒരു ഗതി വന്നിരുന്നെങ്കിലോ? ഞാൻ ചിന്തിക്കുകയാണ്, ഈ ഒരു ദിലീപ് എന്ന് പേരൊരു നടൻ, മൂപ്പര് സ്വാലിഹാണെന്നോ നല്ല മനുഷ്യനാണെന്നൊന്നല്ല ഇപ്പം ഞാൻ പറഞ്ഞ ആ രീതിയിൽ ഇതിനെ കാണണ്ട. അയാൾക്കെതിരെ ഇത്രയും കള്ളക്കേസ് എടുക്കാമെങ്കിൽ നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്കെതിരെയുള്ള കള്ളക്കേസ് എത്ര എടുക്കും? അപ്പോൾ ആ കത്ത് എല്ലാ കാര്യത്തിലും ദിലീപിനെതിരെ ഒരു തെളിവ് പോലും ദിലീപ് ഗൂഢാലോചന നടത്തി. 2013 അത്ര ഈ ഗൂഢാലോചന നടന്നതെന്ന് പറയണേ. അത് 17 വരെ നീണ്ടുക്കങ്ങനെ മോൻ ജയിലിലായതാണ്. അപ്പോൾ കോടതി വരുന്നൊരു കാര്യം എന്താണ്? ഇവർ ഈ ദൃശ്യങ്ങൾ അടങ്ങിയിട്ട് ഈ നടിയെ ഭീഷണിപ്പെടുത്തിയിട്ട് പണം തട്ടാനായിരുന്നു ശ്രമം എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെ കുറ്റവാളിയാക്കാൻ ഈ ചാനലുകളുണ്ടല്ലോ, നമ്മുടെ മലയാളത്തിൽ മാത്രമാണ് ഇത്രയും വൃത്തികെട്ട ചാനൽ സംസ്കാരമുള്ളത്. ഇവിടെ കുറേ ആളുകൾ കൂടി തീരുമാനിക്കും, ഇന്ന ചാനലുകൾ തീരുമാനിച്ചിട്ട് ഇന്ന ആൾ കുറ്റവാളി, ഇന്ന ആൾ അങ്ങനെ. ഇത് എന്നിട്ട് ചാനൽ നിരന്തരം കണ്ട് വിടും. നിരന്തരം കണ്ട് വിട്ട് കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ എന്താണ്? അയാളൊരു കുറ്റവാളിയാണെന്ന് കരുതുകയാണ്. ആ അതിനിപ്പോൾ നാളെ ഏതെങ്കിലും കേസിൽ അകപ്പെടുന്ന ഒരു മുസ്ലിം നാമധാരിയായ ഒരാൾ ഒരു തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് പരത്തിയാൽ ആളുകളുടെ ഉള്ളിൽ അവൻ തീവ്രവാദിയാണ്, അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞാലും പിന്നെ അവനെ വിടൂല. ഒരു പോക്സോ കേസിൽ ഒരാളിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഭാഗത്തെങ്ങാനും പിടിച്ചു, അറസ്റ്റ് ചെയ്തു, കുറച്ചു കാലം ജയിലിൽ കിടന്നു, 90 ദിവസം കഴിഞ്ഞ് വിട്ടു. അയാൾ പത്രസമ്മേളനം നടത്തി. അയാളൊരു പെൺകുട്ടിയുടെ മേലേക്ക് വീണതാണ്. പക്ഷെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെന്താക്കി? വീണപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് പെൺകുട്ടിയുടെ മേത്തേക്കല്ലേ വീണത്. അപ്പോൾ ബോധപൂർവ്വമല്ല, ആ പെൺകുട്ടി മൊഴി കൊടുത്തു, എന്നൊന്നും ചെയ്തതല്ല, അയാൾ തട്ടിത്തടഞ്ഞ് വീണതാണ് എൻ്റെ മേത്ത്, പക്ഷേ വീട്ടുകാർ നിർബന്ധിപ്പിച്ച് കൊടുപ്പിച്ചാണെന്നുള്ളത്. ഈ മനുഷ്യൻ്റെ മാനം തിരിച്ചു കൊടുക്കാൻ ഈ മാധ്യമങ്ങൾക്ക് പറ്റുമോ? ഇവിടെ മാധ്യമങ്ങളുടെ ജഡ്ജാവാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഉന്നതനായൊരു വ്യക്തിക്കെതിരെ ഇങ്ങനെ കേസ് എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ കട്ടപ്പുകയാട്ടോ. അപ്പോൾ ഇവിടുത്തെ ചാനലുകാർ പറയുന്ന വാക്ക് കേട്ട് വിശ്വസിക്കരുത്. 100% ഇവർ പറയണത് ഇവർക്ക് താല്പര്യമാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ട് ചാനലൊക്കെ അവർക്ക് താല്പര്യമുള്ള ആളുകളാണ് കുറ്റവാളിയാക്കും, അല്ലാത്തവരെ നിരപരാധിയാക്കും.
എന്തായാലും ദിലീപിൻ്റെ കേസ് ഒരു പാടാണ്. ദിലീപ് നിരപരാധിയാണ് എന്നുള്ളതാണ് കോടതിയുടെ ഒരു കണ്ടെത്തൽ. കോടതി കണ്ടെത്തിയാൽ പിന്നെ നമുക്കതിൽ സംശയിക്കുക. കാരണം തെളിവുകളൊക്കെ 7 വർഷത്തോളം പരിശോധിച്ചിട്ടാണ് കോടതി കണ്ടെത്തിയത്. ഇതിൻ്റെ പേരിൽ എന്നെ തെറി വരേണ്ട, ഞാൻ ദിലീപിൻ്റെ ആളും അല്ല, ദിലീപിൻ്റെ എതിരും അല്ല. കോടതി കണ്ട സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വിഷയം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ദിലീപ് നിരപരാധിയാണോ അല്ലേ? എന്തെങ്കിലും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.